വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും മുടിയിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ മുടിയിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ തന്നിട്ടുണ്ടെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ മേജറായിട്ട് പറയാൻ പോകുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായത്തെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം സീസൺ 3ൻ്റെ 2-3 എപ്പിസോഡുകൾ റിലീസായി കഴിഞ്ഞു. ഈ എല്ലാ എപ്പിസോഡിൻ്റെയും കമൻറ്റ് ബോക്സ് വായിച്ചാൽ അറിയാമല്ലോ, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിരിക്കുന്ന കമൻറ്റും ഏറ്റവും കൂടുതൽ പേര് ഇട്ടിരിക്കുന്ന കമൻറ്റും മുടിയനും കൂടി ഈ ഒരു എപ്പിസോഡിലോട്ട് വേണമെന്ന രീതിക്ക് തന്നെയാണ്. അപ്പോൾ അത്രത്തോളം പ്രേക്ഷകർ മുടിയൻ എന്നൊരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുടിയൻ എന്നൊരു കഥാപാത്രം തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റോറിയിൽ ഇപ്പം മുടിയൻ എന്നൊരു കഥാപാത്രം ഇല്ല, വെറും 4 മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുടിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പകരം കുറേ ക്യാരക്ടേഴ്സിനെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകുട്ടൻ, വൈഫ്, ലച്ചുവിൻ്റെ മോള് എന്ന രീതിക്ക് കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മുടിയൻ ഒരിക്കലും വരില്ല എന്ന് ചോദിച്ചാൽ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ സിറ്റുവേഷൻസ്, ഇതേപോലത്തെ ഒരു അതേ സെയിം മുടിയന് സംഭവിച്ച അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ നീലുവിനും സീസൺ 1 സംഭവിച്ചിട്ടുണ്ട്. അതും ഇതേ ഡയറക്ടർ കാരണം ഒരു അവസ്ഥയൊക്കെ ആയിട്ട് നീലു ഇതേപോലെ മുടിയൻ കൊടുത്ത പോലെ തന്നെ മറ്റൊരു ചാനലിൽ പോയി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഇടപെട്ടിട്ട് ആ ഒരു ഇഷ്യൂസ് ഔട്ട് ഔട്ടാക്കിയിട്ട് നീലുവിനെ തിരിച്ചു കൊണ്ടുവരികയും ആ ഒരു ഡയറക്ടർ ഉണ്ണി സാറിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അതേപോലത്തെ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് മുടിയനും വന്ന ആ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തത്. പക്ഷേ അത് ചെറുതായിട്ടൊന്നും ബാക്ക് ഫയർ ആയി എന്നുള്ളത്. കാരണം ആ ഭാഗത്ത് ആ ഒരു സമയത്ത് ബാക്കി ആരും തന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉപ്പുമുളക് ആർട്ടിസ്റ്റുകൾ തന്നെ ആരും തന്നെ അതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. മുടിയൻ മാത്രമാണ് അതിനെതിരെ പ്രതികരിച്ചത്. ബാലു തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി എല്ലാം ശരിയായിരുന്നു, പക്ഷേ മുടിയൻ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായത് എന്ന രീതിക്ക്. മാത്രമല്ല സീസൺ 2ൻ്റെ സമയത്ത് ബാലു വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതേ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും മുടിയന് തിരിച്ചു വരാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സീസൺ 3 നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുടിയൻ വരാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല. കാരണം 4 മക്കൾ എന്ന രീതിക്കാണ് സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 9-8 മാസത്തോളമുള്ള ഒരു കോൺട്രാക്റ്റിംഗ് പീരീഡ് വേറൊരു ചാനലിലും പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞൊരു കോൺട്രാക്ട് പീരീഡ് ഏഷ്യനെറ്റുമായിട്ട് മുടിയനുള്ളത്. അതുകൊണ്ട് വേറൊരു ചാനലിലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഉപ്പുമുളകിലോട്ടും തിരിച്ചു വരാൻ പറ്റത്തില്ല. പിന്നെ കുറേ പേര് സീസൺ 3 മുടിയൻ വരത്തേ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മുടിയൻ്റെ ഒരു കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞാൽ ഫ്ലവേഴ്സും മുടിയനൊക്കെ ആയിട്ടൊരു സ്വരച്ചേർച്ച് ഒരു കറക്റ്റായിട്ടുള്ളൊരു സിറ്റിംഗ് ഒക്കെ ഇരുന്ന് കറക്റ്റ് പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മുടിയന് തിരിച്ചു വരാം. പിന്നെ ബാലു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടിയൻ അന്ന് സംസാരിച്ചത് മുടിയന് വേണ്ടി മാത്രമായിരുന്നില്ല, അത് ഒരു പരിപാടിക്ക് ഒരു ഷോന് വേണ്ടിയിട്ടായിരുന്നു, ഉപ്പുമുളകിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് മുടിയനെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന രീതിക്ക്. ഇപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് നടക്കുകയാണെങ്കിൽ മുടിയന് തിരിച്ചു വരാം. ഏതായാലും ഇത്രത്തോളം കമൻസ് മുടിയനെക്കുറിച്ച് ഉപ്പുമുളകിൻ്റെ ആ ഒരു എപ്പിസോഡിൻ്റെ താഴെ തന്നെ ഏറ്റവും കൂടുതൽ കമൻസ് മുടിയനെക്കുറിച്ച് വരുന്നത് ഉറപ്പായിട്ടും ചാനലുകാരും ശ്രദ്ധിച്ച് കാണും. അതുകൊണ്ട് തന്നെ അതിനൊരു അനുയോജ്യമായ തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. ഏതായാലും മുടിയൻ അന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉപ്പുമുളകിൽ വേണ്ടത് എന്ന രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അതെല്ലാം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. മുടിയൻ പറഞ്ഞതുപോലത്തെ പഴയ സിറ്റ്കോം എന്ന രീതിക്ക് തന്നെയാണ് ഉപ്പുമുളക് ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോൻ്റെ ലെവല് പഴയ രീതിക്കുള്ള പഴയ ആ ഒരു നിലവാരത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മുടിയൻ്റെ ഒരു റീ എൻട്രിക്കാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.